ദൈവ തിരുനാമത്തിന് മഹത്വം. ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു. 118 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. നാം ഇന്ന് പകൽ വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇപ്രകാരമാണ്: ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് അല്പനേരം ഈ തിരുവചനത്തിലൂടെ ആഴമേറിയ മർമ്മങ്ങളെ പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് വചനത്തിന് ചുറ്റാകെ ആയിരിക്കാം. നാം ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു കാര്യം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതം, അവൻ്റെ ഭവനം എപ്പോഴും അവിടെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നീതിമാന്മാരുടെ കൂടാരങ്ങളിലാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തിന് ആരാധന കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തിന് തക്ക മഹത്വം കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടന്റെ ഭവനത്തിലോ അവിടെ കരച്ചിലും പല്ലുകടിയും വേദനയും ഉള്ളപ്പോൾ അവിടെ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദൈവഹിത പ്രകാരം ജീവിക്കാത്ത വ്യക്തി ജീവിതങ്ങളുടെ കൂടാരങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഒരു ക്രിസ്തു ശിഷ്യന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, രോഗമുണ്ടാകും, ഹല്ലേലൂയ, സ്തോത്രം, നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കീഴ്പ്പെട്ട് ജീവിപ്പാനല്ല ഹല്ലേലൂയ, സ്തോത്രം, ഒരു ക്രിസ്തു ശിഷ്യൻ ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കൂടാരങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കൂടാരത്തിൽ എപ്പോഴും എന്തുണ്ട്? ആരാധനയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിങ്ങളുടെ ഹല്ലേലൂയ റെട്ടിനെ ഹല്ലേലൂയ, സ്തോത്രം, അവൻ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കും അങ്ങനെയുള്ളവരുടെ ഭവനങ്ങളിൽ. ഹല്ലേലൂയ, സ്തോത്രം. നിർണായക ഘട്ടങ്ങളിൽ ചില നിർണായക നിമിഷങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, നീതിമാന്മാർക്കു വേണ്ടി ദൈവത്തിന്റെ കരമിറങ്ങി വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഹല്ലേലൂയ, സ്തോത്രം, അത് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: നാം ദൈവത്തിന് ആരാധന കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഞാൻ ഒരു ഭവനത്തെ പറ്റി പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആദിമ പിതാക്കന്മാരായിരുന്ന ആദം ഹവ്വമാർ ദൈവം അവരെ കൂട്ടിയോജിപ്പിച്ചു. ദൈവത്തിന്റെ ആദ്യത്തെ കുടുംബം, ഈ ഭൂമിയിലെ തന്നെ ആദ്യത്തെ കുടുംബം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ആരാധന കൊടുക്കേണ്ടുന്ന കുടുംബം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ അവർക്ക് സംഭവിച്ചത് എന്താണ്? അവർ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു പോയി. ഹല്ലേലൂയ, സ്തോത്രം. അവർ പിശാചിനാൽ വീഴ്ത്തപ്പെട്ടു പോയി. ഹല്ലേലൂയ, സ്തോത്രം. അവർ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊടുത്തില്ല. അവരുടെ ഭവനത്തിൽ നിന്ന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം മുഴങ്ങി തീർന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർ ദൈവകൽപ്പന ലംഘിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിശാച് അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവർ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം അവരുടെ കാലിന്മേൽ ചങ്ങല കടക്കുമ്പോഴും ചങ്ങലകളാൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴും അവരുടെ അധരങ്ങളിൽ നിന്ന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം മുഴങ്ങിയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അവിടെ വലിയ വീര്യ പ്രവൃത്തി ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ
ആദരങ്ങളിലൂടെ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴങ്ങിയാൽ, ഹല്ലേലൂയ സ്തോത്രം, അടയപ്പെട്ട വാതിലുകളെ ദൈവം തുറക്കുന്ന പകലായിട്ട് ഈ പകൽ തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദ ഘോഷം വരുന്നു എന്ന്. അത് നീതിമാന്മാരുടെ കൂടാരങ്ങളിലാണ്. ഹല്ലേലൂയ സ്തോത്രം. സന്ധ്യയെങ്കിലും കരച്ചിലാണ്, ഉഷസ്സിലും കരച്ചിലാണ്, എപ്പോഴും കരച്ചിലാണ്, എപ്പോഴും വേദനകളാണ്. ദൈവത്തെ സേവിക്കാത്തവനും സേവിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ അന്തരമുള്ള കാര്യമാണ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ സേവിക്കുന്നവനാണ് നമ്മളെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഒരു നീതിമാനാണ് നമ്മളെങ്കിൽ, ദൈവത്തെ ആത്മാർത്ഥമായിട്ട് പരമാർത്ഥമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനാണ് നമ്മളെങ്കിൽ, ഇന്ന് പകലിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ ഇടയിൽ നിന്ന് ഉയരുമ്പോൾ ദൈവം വലിയ വീര്യപ്രവർത്തികൾ പ്രവർത്തിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതായിട്ട് ഹല്ലേലൂയ ഒരു കുടുംബത്തെ പറ്റി ഞാൻ നിങ്ങളോട് പരാമർശിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അനന്യാസും സഫീറയും. ഹല്ലേലൂയ സ്തോത്രം. അവർ ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലന്മാർ കാണാതിരിക്കാൻ തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, അവർ ഹല്ലേലൂയ സ്തോത്രം വസ്തുവിൽ നിന്ന് അല്പം എടുത്ത് മാറ്റിവെച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവരെ എന്ത് ചെയ്തില്ല? ഹല്ലേലൂയ സ്തോത്രം, തങ്ങൾക്കുള്ളത് വിറ്റിട്ട് ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരേണ്ട അംശം കൊണ്ടുവന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ കുടുംബത്തിന് സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്താൽ നിയമിക്കപ്പെട്ട, ദൈവത്താൽ ഹല്ലേലൂയ സ്തോത്രം സ്ഥാപിക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ മുൻപിലേക്ക് അവർ കടന്നു വന്നപ്പോൾ അവർ വ്യാജം കാണിച്ചു. അവർ അപ്പോസ്തലന്മാരോടല്ല വ്യാജം കാണിച്ചത്, സാക്ഷാൽ പരിശുദ്ധാത്മാവിനോടത്രേ അവർ വ്യാജം കാട്ടിയത്. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ ആ കുടുംബത്തിന് സംഭവിച്ചത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആ കുടുംബം ഛിന്ന ഭിന്നമായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അനന്യാസ് മരിച്ചു, സഫീറയും മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ഹല്ലേലൂയ ദൈവ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച കുടുംബത്തിന് സംഭവിച്ചത്, ഹല്ലേലൂയ സ്തോത്രം, തകരുമാറ് ആയിത്തീർന്നു. ഹല്ലേലൂയ ആ കുടുംബം തകർന്ന് തരിപ്പണമായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ നാം ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ നിന്ന് ഉയർന്നാൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മിലൂടെ മഹത്വം എടുക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മിലൂടെ മഹത്വം എടുക്കുന്ന എന്താ? നമ്മുടെ പക്കൽ ഹല്ലേലൂയ സ്തോത്രം 30 മേനിയായിരിക്കാം ഉള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അതിനെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു പക്ഷേ നമ്മുടെ പക്കൽ ഒരു നല്ല ജോലി ഇല്ലായിരിക്കാം. ദൈവം ഹല്ലേലൂയ സ്തോത്രം, നാം ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി പ്രമോഷനോടുകൂടെ ഹല്ലേലൂയ ഒരു നല്ല ജോലി തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ നമ്മുടെ ഇല്ലായ്മകളെ ദൈവം നികത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഇല്ലായ്മകളെ സർവശക്തനായ ദൈവം നികത്തും. ഹല്ലേലൂയ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഹല്ലേലൂയ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദുഷ്ടന്റെ ഭവനത്തിലോ ഹല്ലേലൂയ കരച്ചിലും പല്ലുകടിയും വിലാപവും ഹല്ലേലൂയ സ്തോത്രം നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം, ഇസ്രായേൽ മക്കൾ പെസഹയും ചോരത്തളിയും ആചരിച്ചപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ ഭവനങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം രക്തം അടയാളമായിരുന്നത് പോലെ, ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകലിൽ ഒരു ക്രിസ്തു ശിഷ്യന്റെ ഭവനം സ്തോത്രം അത് യവണ്ണമായി തീരണമെന്ന്, ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ അധരങ്ങളിലൂടെ പുറപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ആരാധന കൊടുക്കുന്നവരായിട്ട്, ദൈവത്തിന് എല്ലാ കാര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് നാം തീർന്നാൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവനാമം നമ്മിലൂടെ മഹത്വം എടുക്കും. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരും. മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി തീരും. ദൈവമക്കളെ, ഇന്ന് പകലിൽ നമ്മെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന, നാം ആകുന്ന കുടുംബത്തെ കൊണ്ട് ദൈവം ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? നാം മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. മാതൃക കുടുംബമായിട്ട് നാം തീർന്നാൽ,
ഹാലലൂയ സ്തോത്രം മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് നാം തീർന്നാൽ ദൈവനാമം അവിടെ മഹത്വം എടുക്കുവാൻ ഇടയായിത്തീരും. ഹാലലൂയ സ്തോത്രം. നിങ്ങളുടെ ഇല്ലായ്മകളെ ദൈവം നികത്തുന്ന ദൈവമാണ്. ഹാലലൂയ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകലിൽ ഹാലലൂയ സ്തോത്രം നിങ്ങളുടെ കരങ്ങളിൽ ഇല്ല, ആമേൻ, ഹാലലൂയ, നിങ്ങളുടെ കരങ്ങൾ ശൂന്യമായിരിക്കുന്നു എന്ന് പറയുന്നു. ഹാലലൂയ സ്തോത്രം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുവോ? ഹാലലൂയ സ്തോത്രം. നിങ്ങൾ ദൈവനാമത്തിന് മഹത്വം കൊടുത്താൽ, ഹാലലൂയ സ്തോത്രം, ഹാലലൂയ, ദൈവനാമത്തിന് അവൻ കൊടുക്കേണ്ട ഉയർച്ച നിങ്ങൾ കൊടുത്താൽ, ഹാലലൂയ സ്തോത്രം, അവൻ നിങ്ങളുടെ ആദരങ്ങളെ തുറന്നുകൊണ്ട് അവൻ, ഹാലലൂയ സ്തോത്രം, അവൻ സന്ധ്യയെങ്കിലും അവൻ ഉഷസ്സിലും, ഹാലലൂയ സ്തോത്രം, ഇടവിടാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് നിങ്ങൾ തീർന്നാൽ, അവൻ എന്തു ചെയ്താലും അതിനൊക്കെയും നിങ്ങൾ, ഹാലലൂയ സ്തോത്രം, എവിടെയായിരുന്നാലും നിങ്ങൾ മഹത്വം കൊടുക്കുന്നവരായിട്ട് നിങ്ങൾ തീർന്നാൽ, ഹാലലൂയ സ്തോത്രം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ദൈവത്തിന് ആരാധന ഉയർന്നാൽ, ഹാലലൂയ സ്തോത്രം, അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യുവാനിടയായിത്തീരും. ഹാലലൂയ. നിങ്ങളുടെ ഇല്ലായ്മകളെ ദൈവം നികത്തുവാനിടയായിത്തീരും. ഹാലലൂയ സ്തോത്രം, ആമേൻ, ഹാലലൂയ. ഇന്ന് പകലിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹാലലൂയ സ്തോത്രം. ആമേൻ. ദുഷ്ടന്മാർക്ക് അനേക വേദനകളുണ്ട്. ആമേൻ, ഹാല, നീതിമാന്മാരെ ദയ ചുറ്റിക്കൊള്ളും. ഹാലലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ, ഹാലലൂയ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഹാലലൂയ സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. ഹാലലൂയ സ്തോത്രം, ആമേൻ, ഹാലലൂയ. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹാലലൂയ സ്തോത്രം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു കഴിയുമ്പോൾ യഹോവയുടെ വലങ്കൈ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു. ഹാലലൂയ സ്തോത്രം. യഹോവയുടെ വലങ്കൈ നമുക്ക് വേണ്ടി, ആമേൻ, ഹാല, വീര്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല ആമേൻ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ, വീര്യം പ്രവർത്തിക്കുന്നു. ഹാലലൂയ സ്തോത്രം. വീര്യം എന്ന് പറഞ്ഞാൽ, ആമേൻ, ഹാലലൂയ സ്തോത്രം, ആമേൻ, പച്ച വെള്ളത്തെ ആമേൻ കാനാവിലെ കല്യാണ ദിവസത്തിൽ, ഹാലലൂയ സ്തോത്രം, രസവും ഗുണവും, ആമേൻ, ഹാലലൂയ, അതിന് രുചിയുള്ളതുമായ വീര്യമേറിയ, ഹാലലൂയ സ്തോത്രം, ആ ഒരു വീഞ്ഞാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആമേൻ, ലോകം നോക്കുമ്പോൾ അത് പച്ചവെള്ളമായി തീർന്നു. ഹാലലൂയ സ്തോത്രം. അവിടെ, ഹാലലൂയ സ്തോത്രം, ദൈവത്തിന് മഹത്വമായിട്ട് അത് പിന്നത്തേതിൽ വീര്യമേറിയ ഒരു കാര്യമായി തീർന്നു. ഹാലലൂയ സ്തോത്രം. അത് നിമിത്തം അവിടെ ദൈവനാമം മഹത്വം എടുത്തു. ഹാലലൂയ. അതുപോലെ യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ആമേൻ. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹാലലൂയ സ്തോത്രം. ഇന്ന് പകലിൽ നമ്മുടെ കൂടാരങ്ങളിൽ നിന്നും ആമേൻ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴങ്ങുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.